ജാക്കണ്ണ, അതെ, എനിക്കിവിടെ ഇരുന്ന് ബോറടിക്കുക. ഞാൻ കുറച്ചു നേരം ടി വി കണ്ടോട്ടെ. ആടെ ഷിൻചാനെ, നീ ടി വി കണ്ടോ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ടി വിയിൽ ഇപ്പോൾ സിഗ്നൽ ഇല്ല. നോ സിഗ്നൽ എന്നാ കാണിക്കണേ. ഏ, സിഗ്നൽ ഇല്ലേ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? എൻ്റെ ഫേവററ്റ് കാർട്ടൂൺ ആക്ഷൻ കാമേൻ, അത് ഞാൻ ഇങ്ങനെ കാണാ. ജാക്കണ്ണ, ആ കേബിളിന്റെ ആൾക്കാർ വിളിക്ക്, എന്നിട്ട് സിഗ്നൽ ശരിയാക്കാൻ പറയേ. എടാ, ഞാൻ കേബിളിൻ്റെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. അവർ പക്ഷേ ഫോൺ എടുക്കണില്ല. എന്താണാവോ? കുറച്ച് കഴിഞ്ഞാൽ സിഗ്നൽ വരും. നമുക്കപ്പോൾ ഇരുന്ന് ടി വി കാണാം. അയ്യോ, സിഗ്നൽ വരാനായിട്ട് കുറെ ടൈം എടുക്കില്ലേ? അതൊരിക്കും എന്താ ചെയ്യാ? അതെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ? ആണോ? എന്നാ ശരി, നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. എന്തായാലും ഇവിടെ വീട്ടിൽ ഒരു പണിയൂല. ഒരു മിനിറ്റ്, എന്നെ ആരോ വിളിക്കണ്ടല്ലോ. ഇത് അയൺമാനല്ലേ? എടാ അയൺമാനെ, എന്താ വിളിച്ചേ? എടാ ജാക്കേ, അത് പിന്നെ എൻ്റെ കയ്യിൽ ഒരു അയൺമാൻ്റെ സ്യൂട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ അലക്കണത് ആ സ്യൂട്ട് നിനക്ക് തന്നാലോന്ന്. ആണോ? അതിനിപ്പോൾ എന്താ? ആ സ്യൂട്ട് എനിക്ക് തന്നേക്ക്, ഞാനത് ഇട്ടോളാം. ആ ആ സ്യൂട്ട് ഞാൻ നിനക്ക് തരാം, പക്ഷേ ഫ്രീ ആയിട്ട് തരില്ല. അതിനായിട്ടേ നീ എനിക്ക് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുതായോ? അന്നേരം ഞാൻ നിനക്ക് അയൺമാൻ്റെ സ്യൂട്ട് തരാം. മോഡിഫൈഡ് സൂപ്പർ കാറാ? എന്നാ ശരി, ഏത് കാറാ വേണ്ടേ? അതിപ്പോൾ ഏത് കാറായാലും കുഴപ്പമില്ല. അത് പക്ഷേ ഫുള്ളി മോഡിഫൈഡ് ആവണം. നീ അപ്പോൾ ആ കാറും കൊണ്ടേ നേരെ പാർക്കിൽ പോയോ? ഞാനവിടെ വെയിറ്റ് ചെയ്യണ്ടാവും. ആണോ? എന്നാ ശരി, ഞാനപ്പോൾ കാറും കൊണ്ടുവരാം. ജാക്കണ്ണ, ആരെ വിളിച്ചേ? ഒന്നുമില്ലടാ, അതാ മറ്റേ അയൺമാനാ. നിനക്ക് അയൺമാൻ അറിയില്ലേ? അയൺമാൻ്റെ കയ്യിലേ ഒരു സ്യൂട്ട് ഉണ്ടെന്ന്. ആ സ്യൂട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അയൺമാന്റെ സ്യൂട്ടാ? അത് കൊള്ളാലോ. അയൺമാന്റെ സ്യൂട്ട് കിട്ടിയാ നൈസാവും. അതെ, അവൻ പക്ഷേ ഫ്രീ ആയിട്ട് തരില്ല. അവന് ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ വേണമെന്ന്. ഒരു മോഡിഫൈഡ് സൂപ്പർ കാർ കൊടുക്കുകയാണെങ്കിൽ അവൻ എനിക്ക് അയൺമാൻ്റെ സ്യൂട്ട് തരും. അത് ശരി, അങ്ങനെയാണോ? എന്നാലും കുഴപ്പമില്ല. ഈ സൂപ്പർ കാർ ഇപ്പോൾ എവിടെ നിന്ന് മേടിക്കുക? അത് നമ്മുടെ സിറ്റിയിലെ ഒരു ഷോറൂം ഉണ്ട്. ഇതാണ് ആ കാർ ഷോറൂം. ഇവിടെ നിന്ന് നമുക്ക് സൂപ്പർ കാറൊക്കെ മേടിക്കാൻ പറ്റും. നീ തൽക്കാലം വണ്ടി നിറങ്ങ്, നമുക്ക് അകത്ത് കയറി നോക്കി നോക്കാം അകത്ത് ഏതൊക്കെ കാരണവും ഉള്ളേ. അണ്ണാ, അത് നോക്കിയേ, അവിടെ ഒരു പെട സൂപ്പർ ബൈക്ക് ഇരിക്കണു. നമുക്കതങ്ങ് മേടിച്ചാലോ? എടാ ഷിൻചാനെ, അയൺമാനില്ലേ സൂപ്പർ കാറാ ചോദിച്ചേ, സൂപ്പർ ബൈക്കല്ല. ഇത് പക്ഷെ നൈസ് ബൈക്കായിരുന്നു കേട്ടാ. ഇത് കവാസക്കി നിഞ്ചയാ. നമുക്ക് പക്ഷെ ബൈക്ക് വേണ്ട, കാർ മതി. ഇവിടെ GTR ഇരിക്കുന്നുണ്ട്. GTR, ഫെറാറി, ലംബോർഗിനി, 3 സൂപ്പർ കാർ ഇവിടെ ഉണ്ട്. പിന്നെ പോർഷും ഉണ്ട്. തൽക്കാലം നമുക്ക് ലംബോർഗിനി പർച്ചേസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. GTR-നൊക്കെ ഭയങ്കര റേറ്റ് ആണ്. അത് ശരി, ഇനി നമ്മൾ ഷോറൂമിൽ വരുമ്പോഴേ നമുക്ക് GTR മേടിക്കാട്ടാ. എൻ്റെ ഫേവറേറ്റ് കാറാ GTR. എനിക്ക് ആ കാറ് ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആടെ ഷിൻചാനെ, നമുക്ക് GTR ഒക്കെ മേടിക്കാം. പൈസ സെറ്റ് ആവട്ടെ, അന്നേരം മേടിക്കാം. ഇതാണ് നമ്മുടെ ലംബോർഗിനി. ഇത് ലംബോർഗിനി അവന്റാഡറാന്ന് തോന്നുന്നുണ്ട്. എന്തുട്ടായാലും വണ്ടി നൈസ് വണ്ടിയാ, ഒരു രക്ഷയില്ല. എടാ ഷിൻചാനെ, വന്ന് വണ്ടിയിൽ കയറ്. ജാക്കണ്ണ, ഇത് സ്റ്റോക്ക് കാറല്ലേ? അയൺമാൻ മോഡിഫൈഡ് കാറല്ലേ ചോദിച്ചേ? നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്യണ്ടേ? ആടെ ഷിൻചാനെ, നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്യണം. ആ സ്വിഫ്റ്റുകാരൻ എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കണേ? എടാ ഷിൻചാനെ, നീ വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കട്ടെ. എന്നാ പിടിച്ചോ. ആ കാർ എങ്ങനെ നമ്മൾ കത്തിച്ചളഞ്ഞു. പക്ഷെ നമുക്കിവിടെ 2-3 സ്റ്റാർ വാട്ടർ ലെവൽ കിട്ടിയേക്കാ. എടാ ജാക്ക്, നീ ഇവിടെ വീണ്ടും ഗുണ്ടായസം കാണിക്കൂലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്തുട്ട് വെറുതെ വിടില്ലെന്നാ? നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ടായാലല്ലേ? അയ്യോ ജാക്കണ്ണ, എന്താ അവിടെ സംഭവിക്കണേ? പോലീസുകാര് അണ്ണൻ്റെ അടുത്തേക്ക് വരുന്നു. എടാ ഷിൻചാനെ, എനിക്കൊന്നും സംഭവിക്കില്ല. പോലീസുകാരെ എന്നെ അറസ്റ്റ് ചെയ്യില്ല. ഇതൊക്കെ ഇവിടെ സ്ഥിരം നടക്കണ കാര്യങ്ങളാ, അതൊന്നും നീ കാര്യാക്കണ്ട. എന്നിട്ടായില്ലേ, ഞാൻ ഈ പോലീസുകാരെ തീർത്തിട്ട് വരാം. ഒരൊറ്റടത്തിനും വെറുതെ വിടില്ല. ചാവട അങ്ങോട്ട്, ചാവ്. ഈ വണ്ടി നമുക്ക് കത്തിച്ചളയാം. നമ്മുടെ വാണ്ടഡ് ലെവലൊക്കെ പോയിട്ടാ, എന്തെങ്കിലും ആവട്ടെ. ജാക്കണ്ണ, അതെ, നമുക്കിനി ഇവിടെ നിൽക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. ആടെ ഷിൻചാനെ, നമുക്ക് സ്ഥലം വിടാം. നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്യണം കേട്ടാ. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അതെൻ്റെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പാ.
കൂട്ടുകാരൻ്റെ പേര് ബെന്നിന്നാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, അവൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോവാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കും സബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മളെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൽ വന്നേക്കാ. ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ ഈ കാറില്ലേ അത് അകത്തേക്ക് കയറ്റാം, എന്നിട്ടത് പെടയിട്ട് മോഡിഫൈ ചെയ്യാം. ആദ്യം ഈ വണ്ടിയുടെ കളർ മാറ്റാം. ഏത് കളർ കൊടുക്കുക? അണ്ണാ ഒരു കാര്യം ചെയ്, റെഡ് കൊടുക്ക്. റെഡ് അയൺമാൻ്റെ ഫേവറേറ്റ് കളറല്ലേ? ആടാ, അയൺമാന് റെഡ് കളർ ഇഷ്ടാ. ഗ്ലാസ് നമുക്ക് ടിൻ്റ് അടിക്കാം, അത് ബ്ലാക്ക് ടിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ? ഈ വണ്ടിയിൽ നമുക്ക് നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സ്മോക്കിൻ്റെ കളറ് റെഡ് തന്നെ കൊടുക്കാം. അത് ഈ കാറായിട്ട് മാച്ച് ആവുന്നുണ്ട്. തൽക്കാലം ഇതൊക്കെ മതി. ഞാൻ പിന്നെ ടയറിൻ്റെ സൈസൊന്നും കൂട്ടണില്ല, ചിലപ്പോൾ അത് ബോറാവേ. അയൺമാൻ അത് ഇഷ്ടാവില്ല. തൽക്കാലം ഇതൊക്കെ മതി. നമുക്കപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. ജാക്കണ്ണ, നമ്മൾ നൈട്രോ ഇൻസ്റ്റാൾ ആക്കിയില്ലേ, ഈ വണ്ടി ഇപ്പോൾ സ്പീഡിൽ പോവോ? ആടെ ഷിൻചാനെ, ഇത് നോക്കിയേ, നൈട്രോ ഇട്ടപ്പോൾ വണ്ടി നല്ല സ്പീഡിൽ പോവുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, വണ്ടി എങ്ങനെ നമ്മൾ മോഡിഫൈ ചെയ്തു. ഇനി നമുക്കേ നേരെ പാർക്കിൽ പോവാം. അയൺമാൻ നമ്മളോട് അങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞേ. പാർക്ക് പിന്നെ ഇവിടെ അടുത്ത് എവിടെയാണ്? ഇതാണ് ആ പാർക്ക്. നമുക്കപ്പോൾ അകത്തേക്ക് കയറാം. അയൺമാന് ഈ ഭാഗത്ത് ഉണ്ടാവേ. അയൺമാൻ എവിടെയാ? ഇവിടെ ഒന്നും കാണാനില്ല. ആ ജാക്കണ്ണ, അത് ശരിയാണല്ലോ. അയൺമാൻ പോട്ടെ, ഇവിടെ ഒരു മനുഷ്യനും കാണാനില്ല. എടാ ഷിൻചാനെ, നമുക്ക് ഏതായാലും കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അയൺമാൻ അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരും. A few moments later. ഓക്കെ, അയൺമാൻ എങ്ങനെ പാർക്കിൽ വന്നേക്കാ. അയൺമാൻ പിന്നെ ബുള്ളറ്റിലൊക്കെ വന്നേക്കണ്. എടാ അയൺമാനെ, അതെ, നീ പറഞ്ഞ പോലെ ഞാൻ മോഡിഫൈഡ് സൂപ്പർ കാർ കൊണ്ടുവന്നു. ഇനി എനിക്ക് ആ സ്യൂട്ട് തന്നേക്ക്. ആടത്തേക്ക് നിനക്ക് ഞാൻ ആ സ്യൂട്ട് തരാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഇപ്പം ശരിയാക്കാം. Meanwhile. ഓക്കെ, ഇവിടെ ഞാനേ അയൺമാനായിട്ട് മാറിയേക്കാണ് കേട്ടാ. എടാ ഷിൻചാനെ, ഇത് നോക്കിയേ, ഞാൻ അയൺമാനായിട്ട് മാറി. എങ്ങനെയുണ്ട്? ജാക്കണ്ണ, ഇത് കൊള്ളാലോ, നൈസായിട്ടാ. അതെ, എനിക്കും ഇതേപോലത്തെ ഒരു സ്യൂട്ട് കിട്ടോ? എനിക്കും അയൺമാനായിട്ട് മാറാൻ ആഗ്രഹമുണ്ട്. എടാ ഷിൻചാനെ, അത് പിന്നെ എൻ്റെ കയ്യിൽ സ്യൂട്ടില്ല. നിന്റെ സൈസിന് പറ്റിയ സ്യൂട്ടില്ല. എല്ലാം വലിയ വലിയ സ്യൂട്ടല്ലേ. ആ വലിയ സ്യൂട്ടാണെങ്കിൽ നിനക്ക് പാകാവില്ല. അത് കുഴപ്പമില്ല. എടാ അയൺമാനെ, നിന്റെ ബൈക്ക് ഞാൻ എടുക്കുക. നിനക്ക് എന്തായാലും സൂപ്പർ കാർ കിട്ടിയില്ലേ? ഈ ബൈക്ക് നീ ഏതായാലും ഓടിക്കാൻ പോണില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുക. ഗൈസ്, നമുക്കങ്ങനെ ഫൈനലി അയൺമാൻ്റെ സ്യൂട്ട് കിട്ടി. നമ്മളും ഒരു അയൺമാനായിട്ട് മാറി. ഷിൻചാന് സ്യൂട്ട് കിട്ടിയില്ല. അവൻ പിന്നെ ചെറുതല്ലേ, അവൻ്റെ സൈസിൽ സ്യൂട്ടില്ല എന്നാ പറഞ്ഞേ. അവൻ്റെ സൈസിൽ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് അയൺമാനോട് പറയാം. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.